ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള വീഡിയോസ് ഷോർട്സിലാണ് ഇടാറുള്ളത്. പക്ഷേ ഇത് കുറച്ച് ലോങ് ആയതുകൊണ്ടും ഞാൻ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കൊണ്ടും നിങ്ങൾക്കിത് ലോങ് വീഡിയോയിൽ കാണാൻ പറ്റും. ഞങ്ങൾ ഈ ലോങ് വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് കുറച്ചധികം പർച്ചേസ് ഉള്ളത് കൊണ്ടും ഇത് ലോങ് ആയി പോയതാണ്. ഞാൻ മനഃപൂർവ്വം ലോങ് ആക്കിയതല്ല ഗൈസ്, അത് നിങ്ങൾ അറിയണം. അറിയേണ്ട കാര്യമാണത്. അതിനുശേഷം ഞങ്ങൾ ആദ്യം പോകുന്നത് ഐ തിങ്ക് ചാല, സ്മാർട്ട് ബസാർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലോട്ടാണ്. എൻ്റെ ബാഗ്, അമ്മയുടെ ബാഗ്, ഞാൻ, കിത്തു, അമ്മ, ഞങ്ങൾ 3 പേരുമാണ് എല്ലായിടത്തും പോകുന്നത്. ഇങ്ങനെയുള്ള വഴികളൊക്കെ ആദ്യം ഞങ്ങൾ പോയത് എൻ്റെ അനിയത്തിക്ക് ഡ്രസ്സ് എടുക്കാനാണ്. ഞാൻ കുറേ ഡ്രസ്സൊക്കെ ഞാനും വച്ച് നോക്കി ഗൈസ്. ഒന്നും എടുത്തിരുന്നു ആദ്യമേ പറഞ്ഞായിരുന്നു. നൈസായിട്ട് കുറേ എടുത്തത് കൊണ്ട് കോളേജ് സമയത്തും ഞാൻ കുറേ വാങ്ങിച്ചായിരുന്നു. ഇങ്ങനെ തുണി വാങ്ങിച്ച് കൂട്ടണ്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചില്ല. അപ്പോൾ ഞങ്ങൾ എടുത്തത് ട്രെൻഡ്സിലേക്ക് പോയിട്ട് കാര്യമില്ലായിരുന്നു. അവിടെ ഒന്നും കിട്ടിയില്ല ഗൈസ്. അതിനുശേഷം നമ്മൾ വീണ്ടും നടരാജയിൽ നടന്ന് ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലമായ സുഡിയോയിലേക്ക് പോയി. അവിടുന്ന് ഞാൻ 2 ഡ്രസ്സ് എടുത്തു. 2 ഡ്രസ്സും ട്രൈ ചെയ്ത് നോക്കി. ഇതിലേതെങ്കിലും ഞാൻ എടുത്തോ ഇല്ലയെന്ന് കമൻറ്റിൽ പറയണേ. എനിക്ക് ഏതെങ്കിലും ചേർന്നോ ഇല്ലയെന്നും കൂടെ പറയണേ. എന്നാൽ ഞാൻ പറയാം ഞാൻ എടുത്തോ ഇല്ലയെന്ന്. അതിനുശേഷം ഈ ഉടുപ്പിൻ്റെ കാര്യം പറയേ വേണ്ട. ഈ ഉടുപ്പ് ഭയങ്കര ട്രാജഡി ആയിരുന്നു. കയറിയത് തന്നെ എന്തോ ഒരു അപാകത ഇല്ലാതില്ല. പിന്നെ ഞാൻ ഇട്ടത് ഈ ഉടുപ്പായിരുന്നു. എനിക്ക് ഈ ഉടുപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്ത ഉടുപ്പ് ഞാൻ കാണിക്കാൻ മറന്നുപോയി, സോറി ഗൈസ്. അതിനുശേഷം നമ്മുടെ ഫേവറേറ്റ് സെക്ഷൻ ജ്വല്ലറി, കോസ്മെറ്റിക്സ്, അവിടെയൊക്കെ കുറേ കയറി ഇറങ്ങി. എൻ്റെ അമ്മയുടെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി കിടന്നും ഇരുന്നും ഒക്കെ നോക്കിയിട്ടും എനിക്ക് ആ ഷെയ്ഡ് മാത്രം കിട്ടിയില്ല. വളരെയധികം ദുഃഖത്തോടെ ഞാൻ ഇറങ്ങി വന്നു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് അവിടുന്ന് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതെന്നുള്ളത്. കണ്ടിട്ടില്ലെങ്കിൽ കയറി നോക്കണേ. അതിനുശേഷം ഞങ്ങൾ സ്മാർട്ട് ബസാറിൽ പോയി. കുറച്ച് നമ്മൾ ട്രാവൽ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുറിക്കാൻ കഴിക്കാൻ വല്ലതുമൊക്കെ വാങ്ങിക്കണമല്ലോ. അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്മാർട്ട് ബസാറിൽ കയറിയതാണ്. കുറച്ച് നട്ട്സ് അതൊക്കെ വാങ്ങിക്കണമായിരുന്നു അമ്മമ്മയ്ക്ക് വേണ്ടി. അതിന് വേണ്ടിയും കൂടെ കയറിയതാണ്. അങ്ങനെ ചെന്ന് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിച്ചു. വളരെ കുറച്ച് സാധനങ്ങൾ, ഒരു ഫ്രൂട്ടി, അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ ലിഫ്റ്റ് കയറി. ലിഫ്റ്റ് താഴോട്ട് പോയി മേലോട്ട് പോയി സ്റ്റക്കായി നിന്നു കുറേ നേരം. അതൊക്കെ വലിയ ഒരു കഥയാണ് ഗൈസ്, വലിയ കഥ. ഞാൻ വിചാരിച്ചു പെട്ടുപോയി. ഈശ്വരാ, ഞാൻ പെട്ടിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ നോ, ശരിയായി. കുറച്ച് ലേസ് വാങ്ങിച്ചു. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഉള്ളത്. ഫ്രൂട്ടി, അങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക്, അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ്. മുട്ടായി വീക്ക്നെസ് ഉണ്ട് ചില സമയങ്ങളിൽ, അത് വാങ്ങിച്ചു. പക്ഷേ ഞാൻ ആ ബ്ലെൻഡർ വാങ്ങിക്കുന്നു വിചാരിച്ചു. പിന്നെ ഞാൻ എടുക്കാൻ മറന്നുപോയി. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ എവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല ചില്ലറായിട്ടുള്ള 10-15 സാധനങ്ങൾ എടുക്കും. അതിനുശേഷം ഞങ്ങൾ അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി രാമചന്ദ്രയിൽ പോയി. അവിടെ ചെന്നു കുറച്ച് നേരം എൻ്റെ തന്നെ വീഡിയോസ് എടുത്തുകൊണ്ട് വന്നു. എന്ന് വെച്ചാൽ അമ്മ ഡ്രസ്സ് എടുക്കാൻ പോയത് കൊണ്ട് അതിനകത്ത് നിന്നിട്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തത് കൊണ്ടും എനിക്കൊരു ഡ്രസ്സ് എടുക്കാത്തത് കൊണ്ടും വലിയ രസമൊന്നും തോന്നിയില്ല. അപ്പോൾ ബൈ ഗൈസ്, ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ബൈ.